Ramadan Virunnu 2025. Powered by Total Assurance. We secure your tomorrows. Co-powered by DC Jewels. Happy Land presents. Co-presents Chayakadai, Eastham, UK. This program is brought to you by Chayakadai, Eastham, UK. അങ്ങനെ നീ ഒരു തീരുമാനമെടുത്താൽ ആ ഭാരം നീ അള്ളാഹുവിൽ ഏൽപ്പിക്കുക. തന്നിൽ ഭാരമേൽപ്പിക്കുന്നവരെ അള്ളാഹു തീർച്ചയായും ഇഷ്ടപ്പെടുന്നതാണ്. ഇന്നത്തെ റമദാൻ വരുന്ന 2025 രണ്ടാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ മൻ ഉർസില റഹ്മത്തൻ ലിൽ ആലമീൻ വബഅദ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്ന ഒരു ആയത്തുണ്ട്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ജീവിതവും മരണവുമെല്ലാം സൃഷ്ടിച്ചത് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമന്മാർ ആരാണെന്ന് അറിയാൻ വേണ്ടി എന്ന്. ഒരു അറബി കവി പാടി വെക്കുന്നുണ്ട്, നമ്മൾ മനുഷ്യർ പലപ്പോഴും കൽ ഈസിഫൽ ബൈദാഇ യഖ്തുലുഹൽ ളമഅ വൽ മാഉ ഫൗക ളുഹൂരിഹാ മഹ്മൂലു എന്ന്. പലപ്പോഴും നമ്മളെല്ലാവരും ഒട്ടകങ്ങളെപ്പോലെയാണ്. ആ ഒട്ടകം മരിക്കാൻ അടുത്തിട്ടുണ്ട്, എന്നാലോ അതിനെ കുടിക്കാൻ, ദാഹം ശമിപ്പിക്കാനായി അതിൻ്റെ പിന്നിൽ വെള്ളമുണ്ട് താൻ. പലപ്പോഴും നമ്മൾ പല പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കാറില്ല നമ്മളുടെ അടുത്ത് എന്താണ് ഉള്ളത് എന്ന്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആയുധം എന്നുള്ളത് ദുആ ആണ്. അള്ളാഹുവിനോട് അടുക്കാനും പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്ത് ജീവിതത്തിൽ പകർത്താനും സാധിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ വിജയം. പ്രവാചകരുടെ ജീവിതം നമ്മൾ കൃത്യമായി പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ റസൂൽ കൂടുതൽ ക്ഷമാശീലനായിരുന്നു. ആളുകൾക്ക് ഒരുപാട് ക്ഷമ പ്രദാനം ചെയ്യുന്ന ഒരാളായിരുന്നു പ്രവാചകരുടെ ഒരു പ്രശസ്തമായ ചരിത്ര ശകലമുണ്ട്. പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ അനുചരരെയും ഒരുപാട് ബുദ്ധിമുട്ടുകയും ഈവൻ സഹാബികളിൽ നിന്ന് പല ആളുകളെയും വധിക്കുകയും ചെയ്ത സുമാമത്ത് ബിൻ ഉസാൽ എന്ന ഒരു സഹാബിയുടെ ചരിത്രമുണ്ട്. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത് വളരെ വിചിത്രമായൊരു ചരിത്രമാണ്. അദ്ദേഹത്തെ സ്വഹാബികളെല്ലാം പിടികൂടുകയും മദീനത്തെ പള്ളിയിൽ അദ്ദേഹത്തെ കെട്ടിയിടുകയും ചെയ്തു. പ്രവാചകർ ആ മനുഷ്യൻ ആ സ്വഹാബിയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അന്ന് അദ്ദേഹം സ്വഹാബിയല്ല, അദ്ദേഹത്തെ അടുത്ത് വന്ന് ചോദിച്ചു, എന്താണ് സുമാമ നിനക്ക് തോന്നുന്നത്? ആ സമയത്ത് സുമാമ പറഞ്ഞൊരു വാചകമുണ്ട്, മുഹമ്മദേ, ഈ ലോകത്ത് എനിക്ക് ഏറ്റവും വെറുപ്പുള്ള മുഖം അങ്ങയുടെ മുഖമാണ് എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ ദിവസവും ഒന്ന് പ്രവാചകർ ഇതേ ചോദ്യം ആവർത്തിച്ചു, എന്താണ് സുമാമ നിനക്ക് തോന്നുന്നത്? മാ വന്നുക്കയാ സുമാമ അതേ ഉത്തരം വീണ്ടും ആവർത്തിച്ചു, മുഹമ്മദേ, ഈ ഭൂമി ലോകത്ത് എനിക്ക് ഏറ്റവും വെറുപ്പുള്ളത് നിങ്ങളുടെ മുഖമാണ് എന്ന്. മൂന്നാമത്തെ ദിവസവും ഇത് ആവർത്തിച്ച സമയത്ത് പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുചരരോട് പറഞ്ഞു, സുമാമയെ ഇനി വെറുതെ വിട്ടേക്കൂ എന്ന്. ഇത് വളരെ ആശ്ചര്യത്തോടു കൂടി സുമാമ കണ്ടു നിൽക്കുകയാണ്, അനുഭവിക്കുകയാണ്. അങ്ങനെ മദീനത്തെ പള്ളിയിൽ നിന്നും ഇറങ്ങി തിരിച്ച് വീണ്ടും മദീനത്തെ പള്ളിയിലേക്ക് തന്നെ വന്ന് പ്രവാചകരോട് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, പ്രവാചകരെ, എനിക്കിപ്പോൾ ഈ ഭൂമി ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ള മുഖം അങ്ങയുടെ മുഖമാണ് എന്ന്. ഒന്ന് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, പ്രവാചകരുടെ ജീവിതം നമ്മുടെ മുമ്പിലുണ്ടാവുമ്പോൾ ഒരാൾക്ക് എങ്ങനെയാണ് ക്രമിക്കാൻ സാധിക്കുക? ഒരാൾക്ക് എങ്ങനെയാണ് മറ്റുള്ള തൻ്റെ സഹോദരനോട് ക്ഷമയില്ലാതെ ക്ഷമ കാണിക്കാതെ പെരുമാറാൻ സാധിക്കുക? അപ്പോൾ ഈ റമദാൻ നമ്മളിലേക്ക് ആഗതമാവുമ്പോൾ ക്ഷമ എന്ന വലിയൊരു ശീലം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നാം എല്ലാവരും പ്രയത്നിക്കുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഗുഡ് ഈവനിങ്, ഞാൻ അജീഷ്. ചായക്കടയുടെ റമദാൻ വിശേഷങ്ങളാണ് നമ്മൾ തുടരുന്നത്. നല്ല ഭക്ഷണത്തിനോടൊപ്പം ഏറ്റവും മികച്ച ഇൻറ്റീരിയറാണ് അവരുടെ കസ്റ്റമേഴ്സിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ചായക്കടയുടെ വ്യത്യസ്തമായ ഭക്ഷണവും അവരുടെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്കും ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം.
വന്നപ്പോൾ എനിക്ക് തോന്നിയത് ഒരു വ്യത്യസ്തമായ ആംബിയൻസ് ഉണ്ട്. അതിൻ്റെ പിന്നിൽ വല്ല രഹസ്യമുണ്ടോ? ഇപ്പം രഹസ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ചെറുതിലെ ഇപ്പം ഓൾമോസ്റ്റ് 10 years ആയി നമ്മൾ UK എത്തിയത്. അപ്പം എല്ലാ റെസ്റ്റോറൻറ്റും ഇപ്പം കേരള റെസ്റ്റോറൻറ്റിനെ എടുത്താൽ എല്ലാം ഒരു ചെറിയ ചെറിയ സൈസും, ആരെയും മോശം പറയല്ല, എല്ലാത്തിൻ്റെ ഒരു സൈസ് വൈസ് നോക്കിയാലും നമുക്കിപ്പം ഒരു ഫാമിലി ആയിട്ട് ഭയങ്കര ഒരു ആംബിയൻസി വന്ന് ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ളൊരു സെറ്റപ്പ് ഇല്ലായിരുന്നു. ഫസ്റ്റ് കടയെ നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്കതിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അത്യാവശ്യം വലിയതൊന്നും അല്ല, ചെറുത് ടൈപ്പായിരുന്നു. അപ്പം നമ്മൾ നമ്മളെ ചായക്കട ആ ഫസ്റ്റ് ബ്രാഞ്ചിൽ നിന്ന് ഫേമസ് ആയപ്പം നമ്മൾ 3 പേരും ഒരു ഡിസിഷൻ എടുത്തു, ഇനിയൊരു കട എടുത്താൽ നമുക്ക് ഇപ്പം അന്ന് അവിടെ ക്യൂ നിൽക്കേണ്ടുള്ളൊരു സ്റ്റേജ് വന്നിരുന്നു. അന്ന് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഇപ്പം ബാത്റൂം ആണെങ്കിലും താഴോട്ടൊക്കെ ഇറങ്ങി പോകണമായിരുന്നു. അപ്പം സൗകര്യങ്ങൾ വളരെ കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്ത് കസ്റ്റമേഴ്സും അത് പറഞ്ഞു, ഇപ്പം നിങ്ങൾ അടുത്തൊരു കട എടുക്കുമ്പോൾ ഇച്ചിരി കൂടി വലിയ കട എടുക്കണം. അങ്ങനെയാണ് നമുക്ക് രണ്ടാമത്തെ ഷോപ്പ് നമ്മൾ ഇൽഫഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇൽഫഡ് ലെയിനിൽ. അപ്പം നമ്മൾ കുറേ കട തപ്പി നടന്നു, അത്യാവശ്യം വലിപ്പമുള്ളൊരു കട നോക്കി തന്നെയാണ് നമ്മൾ എടുത്തത്. അതിനുശേഷം നമ്മൾ ഇൻറ്റീരിയർ വൈസ് ആണെങ്കിലും നമ്മൾ ഏകദേശം ഒരു 2 മാസം അതിൻ്റെ ഇൻറ്റീരിയറിന് വേണ്ടി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്തു. നമ്മൾ അതിൻ്റെ മെജോറിറ്റി സാധനങ്ങൾ നമ്മൾ എടുത്തതും വെളിയിൽ നിന്നൊക്കെയാണ്. ഇപ്പം ഇൽഫഡ് ലൈൻ കടയെ സംബന്ധിച്ചിടത്തോളം ഫേർണിച്ചേഴ്സ് ഫുള്ള് ഞങ്ങൾ ടർക്കി പോയി പർച്ചേസ് ചെയ്തു. അതിൻ്റെ ലൈറ്റ്സ് ആണെങ്കിലും പെയിൻസൊക്കെ എല്ലാം ഞങ്ങൾ മൊറോക്കോ പോയി ചൂസ് ചെയ്തൊക്കെ കൊണ്ടുവന്നാണ് അത് ചെയ്തത്. ഇപ്പോഴും ചായക്കടയുടെ ഏറ്റവും ആംബിയൻസ് ഉള്ള കടയെന്ന് പറഞ്ഞാൽ അത് ഇൽഫഡ് ലൈൻ ബ്രാഞ്ച് തന്നെയാണ് 100%. കാരണം അതൊരു പ്രോപ്പർ ഒരു അറബിക് ടച്ച് മെയിൻറ്റെയിൻ ചെയ്ത് ലൈറ്റ്സിനെല്ലാം കുറേ ഇമ്പോർട്ടൻസ് കൊടുത്ത്, ഈവൻ പെയിൻസിനാണെങ്കിൽ പോലും നമ്മൾ അതിൽ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്താണ് നമ്മൾ ആ കട പണിഞ്ഞ് തീർത്തത്. അപ്പം ആ കടയുടെ ഇനാഗ്രേഷൻ സമയത്തും ചായക്കടയ്ക്ക് ഭയങ്കര ഒന്നുകൂടി നമുക്ക് പേര് കിട്ടി. കാരണം ആ കടയുടെ ഇൻറ്റീരിയേഴ്സും എല്ലാത്തിൻ്റെയും വീഡിയോസ് വെളിയിൽ വന്നപ്പം പിന്നെ നമ്മൾ ഒന്നും കൂടി ഫേമസ് ആയി. പിന്നെയാണ് നമുക്ക് പിന്നെ നമുക്ക് മൈൻഡിലുണ്ടായിരുന്ന എന്തെന്ന് വെച്ചാൽ ഇനിയിപ്പം നമുക്ക് ചെറിയ ചെറിയ ബർത്ത്ഡേ പാർട്ടീസോ ഇവൻറ്റ്സൊക്കെ നടത്താൻ ഇപ്പം മലയാളീസിന് ഒരു സ്പേസ് ഇല്ല. എല്ലായിടത്തും വലിയ വലിയ ഹാളേ ഉള്ളൂ, 300, 400. ഇപ്പോൾ ഒരു 25 പേർക്കോ ഒരു 50 പേർക്കോ അല്ലെങ്കിൽ ഒരു 100 പേർക്കോ വേണ്ടിയുള്ള സ്പേസ് ഒരു ബാങ്ക്വറ്റിംഗ് സൂട്ട് കണക്ക് ഒരു സാധനം എവിടെയും ഇല്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി നമ്മളൊരു റെസ്റ്റോറൻ്റ് എടുത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ള ഒരു റെസ്റ്റോറൻ്റ് എടുക്കണം. അങ്ങനെ നമ്മൾ തപ്പിയാണ് നമുക്ക് ഈ കട കിട്ടിയത്. ഇപ്പം ഈസ്റ്റ് ഹാം ബ്രാഞ്ചിൻ്റെ ഓപ്ഷൻ വന്നത്. ഇപ്പം ഈസ്റ്റ് ഹാം ബ്രാഞ്ചിലെന്ന് പറഞ്ഞാൽ മേളിലൊരു ഹാളുണ്ട്, അതിൽ ഓൾമോസ്റ്റ് ഒരു 150 to 100 to 150 ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. ബേസ്മെൻറ്റിലൊരു ഹാളുണ്ട്, അതിലും മിനിമം 25 to 50 പീപ്പിൾ പറ്റും. അപ്പം ഈ ഇതിലും പിന്നെ തൊട്ട് നമുക്ക് മനസ്സിലായി ഇപ്പം കടയുടെ ആംബിയൻസിനും ഇൻറ്റീരിയേഴ്സിനും വലിയൊരു റോൾ ഉണ്ടെന്ന്. കാരണം അത് മാർക്കറ്റിങ്ങിലും ഇല്ലെങ്കിൽ കസ്റ്റമറിനെ അട്രാക്റ്റ് ചെയ്യാനും അത് ഭയങ്കര ഒരു മെയിൻ ഘടകമാണെന്ന് മനസ്സിലായതിനു ശേഷം പിന്നെ നമ്മൾ ഒരു ബ്രാഞ്ചിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. കാരണം അതിൻ്റെ ആംബിയൻസിലോ ഇൻറ്റീരിയറിലോ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഇപ്പം നമ്മൾ ലാസ്റ്റ് ബ്രാഞ്ച് ക്രോയിഡൺ എടുത്താലും ഇപ്പം ഇൽഫഡിനൊക്കെയായി നമ്മൾ ഈസ്റ്റ് ഹാമിനൊക്കെയായി നമ്മൾ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് ഇൻറ്റീരിയർ ചെയ്തൊരു കടയാണ് ക്രോയിഡൺ ബ്രാഞ്ചിലും നമ്മൾ അത്രയും ഓൾമോസ്റ്റ് ഒരു 6 months എടുത്ത് നമ്മൾ അതിൻ്റെ ഇൻറ്റീരിയറും ഫുൾ പണി തീർത്തെടുക്കാം. കാരണം നമ്മളെ ലോങ്ങസ്റ്റ് ടൈം എടുത്തൊരു ബ്രാഞ്ചും കൂടിയാണ് ക്രോയിഡൺ. കാരണം ഇപ്പോൾ കസ്റ്റമേഴ്സിന് അവർക്ക് ഫാമിലി ആയിട്ട് വന്നിരുന്ന് കഴിക്കുമ്പോൾ ഇല്ലെങ്കിൽ ഫ്രണ്ട്സ് സർക്കിളിൽ നിന്ന് വന്ന് ഫുഡ് കഴിക്കാൻ അവർക്ക് ഇരിക്കുമ്പം ആംബിയൻസും ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണെന്ന് മനസ്സിലാക്കി അതിനെ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ആ ഒരു കൺസെപ്റ്റിനെ ഇപ്പോൾ റെസ്റ്റോറൻറ്റ് പിന്നെ നമ്മൾ ഓരോ ബ്രാഞ്ച് തുടങ്ങുമ്പോഴും ആ ഇൻറ്റീരിയറിനും ആ ഒരു ആംബിയൻസിനും നമ്മളൊരു മെയിൻ ആസ്പെക്റ്റായിട്ട് വെച്ച് തന്നെ ആ റെസ്റ്റോറൻറ്റ് പണിയാൻ നമ്മൾ ശ്രമിച്ചിരുന്നു. അത് ഏറെക്കുറെ സക്സസ് ആയെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് വേണ്ടി പോവും 100%. കസ്റ്റമേഴ്സ് നമുക്ക് അവരിപ്പം ഒരു നമ്മളെ റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് കയറുമ്പോഴേ അവർക്ക് ആ ഒരു സാറ്റിസ്ഫൈഡ് ആവണം. ഫുഡ് അവരെ ടേബിളിൽ എത്തുന്നതിന് മുമ്പ് അവരെ ആംബിയൻസും നമ്മളെ വെൽക്കമിങ് സർവീസ് എല്ലാം കണ്ട് ആവണം. മെയിൻലി 100% കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് വേണ്ടി തന്നെയാണ് ഇങ്ങനെ നമ്മൾ ചെയ്തേക്കുന്നത്. അതുപോലെ സക്സസ് ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടത് ചായക്കടയുടെ വ്യത്യസ്തമായ ഇൻറ്റീരിയർ കാഴ്ചകളാണ്. അപ്പോൾ പുതിയ കാഴ്ചകളുമായി നാളെ നമുക്ക് വീണ്ടും കാണാം.
Happy Land Amusement Park, Thiruvananthapuram. Immerse yourself in breathtaking scenery of rolling hills, tea plantations, and misty mountains. Experience authentic Kerala hospitality with cozy cottages and delicious cuisines. Create unforgettable memories with family and friends amidst nature's embrace. Book your escape to Paraket Nature Resort today. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രീതി പ്രകാശ് പറക്കാട്. ഏവർക്കും പറക്കാട് ജുവൽസ് ഈദ് വിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾക്ക് റെൻ്റലായിട്ട് വേണേലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്ന രീതിയിൽ പറക്കാട് ജുവൽസിൻ്റെ സ്പെഷ്യൽ ദുൽഹൻ സെറ്റ് കളക്ഷൻസാണ്. അപ്പം ഞാനൊരു 3 വെറൈറ്റി കളേഴ്സ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾക്ക് ഇപ്പോൾ പാർട്ടി വെയർ ആയിട്ടുള്ള ഇതേപോലുള്ള ഹെവി ലഹങ്കാസിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കുന്ന ഓർണമെൻറ്റ്സ് ഒരുപാട് നമുക്ക് വേണമെങ്കിൽ വാങ്ങി വെക്കണമെന്നും ആവശ്യമില്ല. ഇനിയിപ്പോൾ ഗോൾഡിൽ നമ്മൾ ചെയ്യണമെങ്കിൽ ഇതിനൊക്കെ നമുക്ക് വലിയൊരു ഹ്യൂജ് എമൗണ്ട് മുടക്കേണ്ടി വരും. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പറക്കാട് ജുവൽസിൻ്റെ 1 ഗ്രാം ഗോൾഡ് ലെയേർഡ് ആയിട്ടുള്ള കളക്ഷൻസിൽ, അല്ലെങ്കിൽ നമ്മളുടെ എക്കണോമിക് കളക്ഷൻസ് ഉണ്ട്, അതിലാകുമ്പോൾ കുറച്ചുകൂടെ ബഡ്ജറ്റ് കുറഞ്ഞിട്ടുള്ളത് വേണമെങ്കിൽ അതും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ റെൻ്റ് ഔട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതിൻ്റെ കുറച്ച് കളക്ഷൻസ് ഇത് കണ്ടോ, എങ്ങനെയുണ്ട്? അല്പം നല്ല ഹെവി ആയിട്ട് വരുന്നത് കണ്ടോ, ഇത്രയും വലുപ്പത്തിൽ വരുന്ന ചോക്കർ ടൈപ്പിൽ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ചോക്കർ സെറ്റ് ഉണ്ട്. ഇനി അതിൻ്റെ കൂടെ യൂസ് ചെയ്യാവുന്ന ഇതേപോലുള്ള ഹെവി ആയിട്ടുള്ള മാലകളുണ്ട്. അല്പം കുന്തൻ വർക്കും റൂബി എമറാൾഡ് കളർ സ്റ്റോൺസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം അതിന് വേണ്ട രീതിയിലുള്ളതാ കമ്മൽ സെറ്റ് വരുന്നുണ്ട്, കയ്യിൽ വെക്കുന്ന ബ്രേസ്ലെറ്റ് ടൈപ്പ് വരുന്നുണ്ട്. അത് കണ്ടോ. പിന്നെ നമുക്ക് ചുട്ടി മാട്ടി എല്ലാം കൂടെ കൂടിയിട്ട് അല്പം ഹെവി ആയിട്ട് വേണമെങ്കിൽ ചുട്ടിയും വരുന്നുണ്ട്, മാട്ടിയും കൂടി ആയിട്ട് ഇതേപോലെ വെക്കാവുന്ന കളക്ഷൻസ് ഉണ്ട്. പിന്നെ അതായത് മൂക്കിൽ നിന്നൊക്കെ നമ്മൾക്ക് സെറ്റ് ചെയ്തതുപോലെ തന്നെ പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്യാവുന്ന റിങ്ങും ഒക്കെ കൂടി ആയിട്ട് ഹാങ്ങിങ് ഒക്കെ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാവുന്ന തിങ്സും ഉണ്ട്, ഇങ്ങനെ മുടിയിലേക്ക് കണക്ട് ചെയ്യാവുന്ന രീതിയിൽ. അപ്പോൾ അതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമ്മളുടെ പറക്കാട്ടിൻ്റെ എറണാകുളം വുഡ്ലാൻഡ്സ് ജംഗ്ഷനിലെ ഷോറൂമിൽ. അപ്പോൾ റെൻ്റ് ഔട്ട് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനാണെങ്കിലും ഇതേപോലുള്ള ഹെവി റൂബി സ്റ്റോൺസിൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള നമ്മളുടെ പിസ്ത ഗ്രീനും പീച്ച് കളറിലും ഒക്കെ ചെയ്തിരിക്കുന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. തീർച്ചയായിട്ടും ഷോപ്പ് സന്ദർശിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഈദാശംസകൾ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി നമ്മൾക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ വെമ്പായത്തിനടുത്തുള്ള ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കാണ്. മിറർ മ്യൂസിയം ഉണ്ട്. അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മളിങ്ങനെ സ്പേസിൽ പോകുന്ന പോലെയും മിറർ ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടെ പോകുന്ന പോലെയും വേറൊരു കോർണറുണ്ട്. ഇവിടെ നമുക്ക് പല രീതിയിലുള്ള ഫോട്ടോസാണ് നമുക്ക്, അതായത് ഒരാൾ ഇതിനെ 2ആയി പിരിഞ്ഞു പോകുന്ന പോലെയും 4ആയിട്ടൊക്കെ കാണും. അങ്ങനെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ഫോട്ടോഗ്രാഫ്സ് എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമൊക്കെയാണ്. അപ്പം ഇനി നമ്മൾ അടുത്തത് അതാണ് കാണാൻ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാൻ മൊത്തം കിടന്ന് കറങ്ങുന്ന പോലെ തന്നെ നമ്മൾ ഈ ബഹിരാകാശത്ത് പോയ ഒരു ഫീല്, സ്പേസിലേക്കൊക്കെ ഇതുകൊണ്ടാ. സ്പേസിൽ പോയാൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല, നമ്മളിങ്ങനെ നിന്ന് ഫ്ലോട്ട് ചെയ്യല്ലേ, ആ ഒരു ഫീലാണ്. ഞാൻ നിന്ന് കറങ്ങി ഫ്ലോട്ട് ചെയ്യുകയൊക്കെ ചെയ്യാണ് കേട്ടോ. അയ്യോ, നക്ഷത്രങ്ങളുടെയും ഇതിൻ്റെയൊക്കെ ഇടയിൽ സൂപ്പർബ് എക്സ്പീരിയൻസ് ആണ്. അയ്യോ, എവിടെ നോക്കിയാലും എന്നെ കാണാം, പക്ഷെ ഇത് എങ്ങോട്ട് പുറത്തെങ്ങനെ പോകുന്ന അറിഞ്ഞൂടാ. ഞാനിപ്പം കടന്ന് വന്നുകൊണ്ടിരിക്കുന്ന വഴി മിറർ മ്യൂസിയത്തിൽ കൂടിയാണ്. ഇതുണ്ടല്ലോ, ഫുള്ള് ലൈറ്റ്സ് ഉണ്ട്, ഫുള്ള് മിററാണ്. എനിക്കിതിപ്പോൾ എങ്ങോട്ട്
എങ്ങോട്ട് പോകണം ഒരു പിടിയും കിട്ടത്തില്ല. ഇതിപ്പോൾ എങ്ങോട്ട് പോകണ്ടേ തട്ടി നിന്നു. മിറർ ബ്രിഡ്ജ് ആണ്, ഫുൾ ഗ്ലാസ് ആണ് എൻ്റെ ചുറ്റിനുള്ളത്. ഇപ്പോൾ ഓസം ഫീലാണ് കേട്ടോ. നമ്മൾ ആ സ്കൈയിൽ നിന്ന് സ്പേസിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നേരെ ഭൂമിയിലെത്തുന്നത് വെറുതെ അങ്ങനെ എവിടെയെങ്കിലും അല്ല ഞാൻ എത്തിയിരിക്കുന്നത്. ഇത് ഫുള്ള് ഗ്ലാസ് ആണ്, എൻ്റെ ചുറ്റിനും നടക്കുന്ന എല്ലാം ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടെയാണ് വരുന്നത്. ബ്യൂട്ടിഫുൾ ഫീലാണ് ഇവിടെ ഇതിനകത്ത്. എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇപ്പം എന്താ തോന്നുന്നത്? എൻ്റെ പകുതിയാണോ കാണുന്നത്, എൻ്റെ മുഴുവനാണോ കാണുന്നത്? എനിക്ക് വലിയ ധാരണയില്ല. ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് വേണം ഞാൻ മനസ്സിലാക്കാൻ. അപ്പം ഇത് ഒരു മിറർ മ്യൂസിയത്തിൻ്റെ അകത്തുള്ള ഒരു ഫീലാണ്. ഇതിനകത്ത് കുറേ ഫോട്ടോ സെക്ഷൻസ് എടുക്കാനുള്ള കുറേ കോർണേഴ്സ് ഉണ്ട്. അതായത് ഇതുപോലെ നല്ല രസകരമായ കുറേ ഫോട്ടോസ് എടുക്കാം. നമുക്ക് എന്നും ചെറിഷ് ചെയ്യാൻ പറ്റുന്ന നല്ല രസത്തിലുള്ള ഫോട്ടോസാണ്. ഇങ്ങനെ തലകുത്തി നിൽക്കുന്നതും ചെരിഞ്ഞ് നിൽക്കുന്നതിന് എണ്ടായി കാണുന്ന ഫോട്ടോസ് വേറെ എവിടെ നമുക്ക് എടുക്കാൻ കിട്ടും? ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ ഹാപ്പി എപ്പിസോഡ് പൂർണ്ണമാകുന്നു എന്നല്ല, ഹാപ്പി ആൻഡ് ഡിഫറെൻ്റ് ആൻഡ് സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇവിടെയുള്ള റൈഡ്സിനെ കുറിച്ചും വേവ് പൂൾസിനെ കുറിച്ചും ഒക്കെ അല്ലേ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ. അതുപോലെ ഇവിടെ വരുന്ന ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഒക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. ഇതുപോലെ ഒരാളെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത് ഇവിടെ ഉള്ള ഒരു സ്പെഷ്യൽ കോർണറാണ്. ഇവിടെ എന്തായാലും വന്നാൽ നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ഇങ്ങനെ കഴുത്ത് മാത്രമായിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് നമുക്കിങ്ങനെ നിൽക്കാം. അപ്പോൾ ദിസ് ഇസ് സുകന്യ ജെറാം ടോക്കിംഗ് ടു യു. ഇനിയും കുറേ അമ്യൂസിങ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. Immerse yourself in breathtaking scenery of rolling hills, tea plantations, and misty mountains. Experience authentic Kerala hospitality with cozy cottages and delicious cuisines. Create unforgettable memories with family and friends amidst nature's embrace. Book your escape to Paraket Nature Resort today. Hello everyone, welcome to yet another beautiful episode with DC Jewellers. ഇന്ന് ഈദ് പ്രമാണിച്ച് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലാസി ആയിട്ടുള്ള മുസ്ലിം ബ്രൈഡിന് വേണ്ടി സെറ്റ് ആട്ടോ. അപ്പോൾ നേരത്തെ എപ്പിസോഡിൽ നമ്മൾ കുറച്ച് കാണിച്ചത് ആൻറ്റിക്കിൻ്റെ കളക്ഷനാണ്. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്രീമിയം കളക്ഷനായ പോൾക്കി ഡയമണ്ട്സിനാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ബിഫോർ ഐ ഗോ ഓൺ ടു ദ ഡീറ്റെയിലിങ്സ് ഓഫ് ദ നെക്ലേസ് ആൻഡ് ഓൾ ദിസ്, എല്ലാവർക്കും അറിയോ എന്താണ് പോൾക്കി ഡയമണ്ട്സ് എന്ന് വെച്ചാൽ? പോൾക്കി ഡയമണ്ട്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേച്ചറിൽ നിന്ന് ഡയമണ്ടിനെ എടുത്തിട്ട് അതിൻ്റെ റോ ഫോമിൽ സെറ്റ് ചെയ്യുന്നതാണ് അൺകട്ട് എന്ന് പറയുന്നത്. സെമി പോളിഷ്ഡ് ഇസ് കോൾഡ് പോൾക്കി ആൻഡ് ദ ഒറിജിനൽ പോളിഷ്ഡ് വൺസ് ആർ കോൾഡ് റിയൽ ഡയമണ്ട്സ്. സോ പോൾക്കി ഈസ് ഓൾസോ ഡയമണ്ട്സ് ബട്ട് ദ സെമി പോളിഷ്ഡ് വൺ. ബൈബാക്ക് ഉള്ള പ്രോഡക്റ്റാണ് പോൾക്കി ഡയമണ്ട്സ് കേട്ടോ, ഓൾ സർട്ടിഫൈഡ്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് പോൾക്കിയുടെ ഒരു കംപ്ലീറ്റ് സെറ്റാണ്. എന്തൊരു റോയൽ ആൻഡ് എലഗൻറ്റ് സ്റ്റൈലല്ലേ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെ ഗോൾഡ് ഫിനിഷ് ഉള്ളത് വളരെ ഇഷ്ടമുള്ള, അപ്പോൾ അതുകൊണ്ട് തന്നെ പോൾക്കി ഡയമണ്ട്സിലാണ്. ഫസ്റ്റ് വൺ കാണിക്കുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചോക്കറാണ്. അപ്പോൾ ഈ ചോക്കറിൻ്റെ വെയിറ്റ് വരുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു 50 ഗ്രാം ആട്ടോ. ഏകദേശം ഒരു 7 പവനാണ് ഗോൾഡ് വെയ്റ്റ്. ഇതിൽ വെച്ചിരിക്കുന്നത് പോൾക്കി ഡയമണ്ട്സും റിയൽ ഡയമണ്ട്സും റൂബീസാണ്. റൂബി, നാച്ചുറൽ റൂബി വെച്ചിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോൾക്കി സെറ്റാണ്. അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന പോൾക്കി സ്റ്റോൺസും പിന്നെ വരുന്നത് നല്ല റൈസ് പേൾസാണ് കേട്ടോ. അപ്പോൾ വോട്ട് ഐ എം ട്രൈങ് ടു ടെൽ യു, ഇറ്റ്സ് സച്ച് എൻ എലിഗൻ പീസ്. ആ ഒരു അരിസ്ട്രോക്രാറ്റ് ലുക്ക് ഭയങ്കര ഷെയിലല്ലേ കാണാൻ തന്നെ. ഒരു 7 പവനിൽ പോൾക്കിയുടെ ഒരു ബ്യൂട്ടിഫുൾ ചോക്ക്. നെക്സ്റ്റ് വി ഗോ ഓൺ ടു എ ബ്യൂട്ടിഫുൾ വൺ
in like these are in colored stones and polki and diamonds in pink shade. ഈ പിങ്കിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്ന ഒരു ഭയങ്കര രസമല്ലേ കാണാൻ. ഒരു പേസ്റ്റൽ പിങ്ക് കോമ്പിനേഷനിൽ വരുന്ന ഡയമണ്ട്സും പോൾക്കിയുടെയും കോമ്പിനേഷൻ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ നെക്ലസ് ആണ്. ദേ അതിന് മാച്ച് ചെയ്തിട്ടുള്ള ഇയറിങ്സ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹെവി ഇയറിങ്സ് വേറെയുണ്ട്, ബട്ട് ഐ എം ജസ്റ്റ് ഗിവിങ് യു എ ലൈറ്റർ വൺ. പിന്നെ നെക്സ്റ്റ് വൺ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഡബിൾ ലെയർ ഇൻ റൂബീസ് ആൻഡ് റഷ്യൻ എമറൽസ്. റഷ്യൻ എമറൽസും റൂബിയുടെയും പേളിൻ്റെയും കോമ്പിനേഷനുള്ള ബ്യൂട്ടിഫുൾ ഡബിൾ ലെയറാണ്. ബ്രൈഡിന് മാത്രമല്ല കല്യാണം കൂടാൻ പറ്റുന്നവർക്കൊക്കെ പറ്റിയൊരു സെറ്റാണ്. ലാസ്റ്റത്തെ വരുന്നൊരു ബ്യൂട്ടിഫുൾ ഹാരമാണ് വിത്ത് ബ്യൂട്ടിഫുൾ പെൻഡൻ മോട്ടീവ് വിത്ത് കാർവ്ഡ് റൂബീസ്. ഇതിൽ നടുക്ക് വെച്ചിരിക്കുന്ന സ്റ്റോൺസിൻ്റെ പ്രത്യേകത അതിൽ കാർവ്ഡ് റൂബീസ് ആണ് കേട്ടോ. ഒക്കെ ബൈബാക്ക് സർട്ടിഫൈഡ് സ്റ്റോൺസ് ഉള്ളതാണ് ഇന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ, ആദ്യത്തത് റൂബിയിൽ വരുന്നത്, രണ്ടാമത്തത് പിങ്ക് സ്റ്റോൺസിൽ, നെക്സ്റ്റ് വൺ ഇസ് എ കോമ്പിനേഷൻ ഓഫ് എമറൽഡ് ആൻഡ് റൂബി ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ബ്യൂട്ടിഫുൾ ഹാരം. ഇതിലിപ്പോൾ ഞാൻ കാണിക്കുന്ന ബ്രേസ്ലെറ്റ് ബാംഗിൾസ് ആണ്. ഫുൾ ബാംഗിൾസും അവൈലബിൾ ആണ്. അക്കോർഡിംഗ് ടു യുവർ ബഡ്ജറ്റ് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം. സോ ഗൈസ്, ഇറ്റ്സ് കീർത്തി ഡെനി സൈനിങ് ഓഫ്. എല്ലാവരും പോൾക്കിയുടെ കളക്ഷൻസ് എക്സ്പ്ലോർ ചെയ്യാൻ ഡെഫിനറ്റ്ലി DC വരണം. പ്രസൻ്റ്ലി DC ഉള്ളത് തൃശ്ശൂരാണ്. വി ഹവ് അപ്കമിങ് സ്റ്റോഴ്സ് കമ്മിങ് അപ്പ്. ഇറ്റ് വിൽ ബി revealed to you very soon. So it's Kirti Denny signing off until I come to the next video. Bye bye. തീർച്ചയായും അള്ളാഹു തന്നെയാണ് ഉപജീവനം നൽകുന്നതും പ്രബലനും ശക്തനും. റംലാൻ വരുന്ന 2025 രണ്ടാം അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം focus123@gmail.com. റമദാൻ വിരുന്ന് 2025 പവേഡ് ബൈ ടോട്ടൽ അഷ്റസ്. വി സെക്യൂർ യുവർ ടുമോറോസ്. Co-powered by DC Jewels. Happy Land presents. Co-presents Chayakadai, Eastham, UK. This program is brought to you by Chayakadai, Eastham, UK.